ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ഫിസിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെറിവേഷനുകളും പ്രോബ്ലവും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പാർട്ടാണ് പ്രൊജക്റ്റൈൽ മോഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ ഡെറിവേഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടുകളായിട്ട് തന്നെ ഒരു പ്രോബ്ലം വരാനും ഒക്കെ ഒരുപാട് ചാൻസ് ഉള്ളൊരു പാർട്ടാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലേ. എന്താണ് ഈ പ്രൊജക്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്രൊജക്റ്റൈൽ ഈസ് എ സംതിങ് വിച്ച് ഈസ് ത്രോൺ ഇൻ ടു സ്പേസ്. നമ്മൾ എന്ത് ചെയ്യുവാണ്? സ്പേസിലോട്ട് എന്തെങ്കിലും എന്ത് ചെയ്യുവാണ്? ത്രോ ചെയ്യുവാണ് അല്ലെങ്കിൽ എറിയുകയാണ്. ഇതിനെ സ്പേസിലോട്ട് എറിയുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? പ്രൊജക്റ്റൈൽ എന്ന് പറയാം. എന്നാൽ അത് പ്രൊജക്റ്റൈൽ ആകുമെങ്കിൽ അല്ലെ അതിനെ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു നമ്മൾ എന്ത് ചെയ്യുവാണ്? സ്പേസിലോട്ട് എറിയുകയാണ്. ഇപ്പൊ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ത്രോ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പാത്ത് ഫോളോ ചെയ്യുമ്പോഴാണ് പ്രധാനമായിട്ട് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് ഇല്ലേ. ഈ പാത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ പാത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊജക്റ്റൈൽ പാത്ത്. ഒരു പരാബോളിക് ഷേപ്പ് അല്ലേ? ആണ് അല്ലേ. ഒരു പരാബോള ഷേപ്പ് ഫോളോ ചെയ്യുമ്പോൾ ഒരു സ്പേസിലോട്ട് ത്രോ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഒരു പരാബോള പാത്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനെ എന്തെന്ന് നമ്മൾ പറയാം? പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയാം. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് വിച്ച് ഈസ് ത്രോൺ ഇൻ ടു സ്പേസ് ഈസ് സെഡ് ടു ബി ഇൻ പ്രൊജക്റ്റൈൽ മോഷൻ. നമ്മൾ സ്പേസിലോട്ട് എറിയുന്ന ഏതൊരു വസ്തുവിനെ എന്തെന്ന് പറയാം? പ്രൊജക്റ്റൈൽ മോഷൻ ആണെന്ന് പറയാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ജാവലിൻ ത്രോ ഇല്ലേ. നമ്മൾ സ്പോർട്സ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് എന്ത്? ജാവലിൻ ത്രോ. ജാവലിൻ ത്രോ എങ്ങനെ എറിയുന്നത്? നമുക്കറിയാം, ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പാരബോളിക് ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്? അത് എറിയുന്നത്. അപ്പോൾ ഈ ജാവലിൻ ത്രോ എന്തിന് എക്സാമ്പിൾ ആണ്? പ്രൊജക്റ്റൈൽ മോഷന് എക്സാമ്പിൾ ആണ്. അപ്പം നോക്കുക, നമ്മൾ കഴിഞ്ഞ ഇത് ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ സ്പ്ലിറ്റിംഗ് ഓഫ് ദ വെക്റ്റർ നമ്മൾ എവിടെ അല്ലെങ്കിൽ റെസൊല്യൂഷൻ ഓഫ് ദ വെക്റ്റർ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്? ഈ പ്രൊജക്റ്റൈൽ മോഷൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്നതിൽ നമുക്കറിയാം ഇത് എന്ത് ചെയ്യുവാണ്? നമ്മൾ ഈ ഒരു വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്മളുടെ പ്രൊജക്റ്റൈലിന്റെ മോഷൻ പോകുന്ന ഒരു വെലോസിറ്റിയിലാണ് ആണല്ലോ. ആ വെലോസിറ്റിയെ ഞാൻ എന്തെന്ന് വിളിക്കുവാണ്? വി എന്നങ്ങ് വിളിക്കുകയാണ് അല്ലേ. വെലോസിറ്റി നമ്മൾ യു എന്ന് വിളിക്കാം. വെലോസിറ്റി നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? യു എന്ന് വിളിക്കുന്നു. അപ്പം നമ്മളുടെ റിസൾട്ടന്റ് വെലോസിറ്റി ആണിത് ഇല്ലേ. അതായത് എക്സ് ആക്സിലോ വൈ ആക്സിലോ ഉള്ള കമ്പോണന്റ് ആണോ ഇത്? അല്ല. പകരം എന്താണിത്? റിസൾട്ടന്റ് വെലോസിറ്റി ആയിട്ടുള്ള യു ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? റിസൾട്ടന്റ് വെലോസിറ്റി ആണ്. എങ്കിൽ ഈ റിസൾട്ടന്റ് വെലോസിറ്റി നമ്മളുടെ എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. റിസൾട്ടന്റ് വെലോസിറ്റി എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. എങ്കിൽ ഇതിന്റെ എക്സ് കമ്പോണന്റ് എന്തായിരിക്കും? നമുക്കറിയാം വി വന്നു കഴിഞ്ഞാൽ വി കോസ് തീറ്റ. അപ്പൊ യു വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ് കമ്പോണന്റ് യു എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? യു കോസ് തീറ്റ ആയിരിക്കും. യു എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യു കോസ് തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യു വൈ കമ്പോണന്റ് എന്തായിരിക്കും? യു വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യു സൈൻ തീറ്റ ആയിരിക്കും. വൈ കമ്പോണന്റ് എന്തായിരിക്കും? യു സൈൻ തീറ്റ ആയിരിക്കും. നമുക്ക് അപ്പോൾ എന്ത് കിട്ടി? അത് എക്സ് കമ്പോണന്റും കിട്ടി, വൈ കമ്പോണന്റും കിട്ടി. അപ്പോൾ എക്സ് കമ്പോണന്റ് യു കോസ് തീറ്റയും വൈ കമ്പോണന്റ് എന്താണ്? യു സൈൻ തീറ്റയുമാണ് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് കമ്പോണന്റിനെ എഴുതാം. യു ഇസ് ഈക്വൽ ടു അല്ലെ വി എക്സ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? യു കോസ് തീറ്റ ആണെന്ന് എഴുതാം. വി എക്സ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? യു കോസ് തീറ്റ ആണ് എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ വി വൈ ഇസ് ഈക്വൽ ടു നോക്കി എക്സ് ആക്സിസിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. കാരണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ അതിന്റെ വെലോസിറ്റി ഉണ്ട്. അതാണ് എക്സ് കമ്പോണന്റിലെ കാര്യം. എന്നാൽ യു കമ്പോണന്റ് അല്ലെങ്കിൽ വൈ കമ്പോണന്റ് പറയുമ്പോൾ നോക്കി ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഈ വൈ കമ്പോണന്റിൽ മൂവ് ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് കമ്പോണന്റിലോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നതുമുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. അതായത് അതിന്റെ കേസ് വരുമ്പോൾ നമുക്ക് ആക്സിലറേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ വൈ കമ്പോണന്റ് പറയുമ്പോൾ നമുക്ക് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു മൈനസ് ജി ടി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. വി ഇസ് ഈക്വൽ ടു എന്തെന്ന് ഉപയോഗിക്കാം? യു മൈനസ് ജി ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം.
ഈ യു മൈനസ് ജി ടി എങ്ങനെയാണ് വന്നത്? വി സികൾ യു പ്ലസ് എ ടി ആണെന്ന് നമുക്കറിയാം. ഒരു ബോഡി മൂവിങ് അപ്വേർഡ് ആണെങ്കിൽ അവിടെ ആക്സലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? എർത്താണ്. എർത്തിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മുകളിലോട്ട് പോകുന്ന ഒബ്ജക്റ്റിൻ്റെ കേസിൽ എന്താണ്? നെഗറ്റീവാണ്. അങ്ങനെയാണ് വി സികളുടെ എന്തെന്ന് വരുന്നത്? യു മൈനസ് ജി ടി എന്ന് പറയുന്നത്. അപ്പം നോക്കി, ഇങ്ങനെ പോകുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്ക് വരുന്നില്ല. എന്നാൽ മുകളിലോട്ട് ത്രോ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ കേസിൽ വി സികളുടെ എന്താണ്? യു മൈനസ് ജി ടി ആണ്. അവിടെ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ആരുണ്ട്? എർത്തുണ്ട് ഇല്ലേ? അപ്പോൾ എർത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യവും വരുന്നുണ്ട്. അപ്പോൾ വി സികൾ യു മൈനസ് ജി ടി ആകുമ്പോൾ യു എന്ന് പറയുന്നത് എന്താണ് നോക്കുക, നമുക്ക് അറിയാം യു സൈൻ തീറ്റയാണ്. അവിടുത്തെ യു എന്താണ്? യു സൈൻ തീറ്റയാണ് അല്ലേ? യു സൈൻ തീറ്റ മൈനസ് ജി ടി. യു സൈൻ തീറ്റ മൈനസ് എന്തെന്ന് കിട്ടും? ജി ടി എന്ന് കിട്ടും. അപ്പം നമുക്ക് വൈ ആക്സിസിലുള്ള വെലോസിറ്റി കിട്ടി. വി വൈ ഇസികളുടെ എന്തെന്ന് കിട്ടും? യു മൈനസ് ജി ടി ആയിരുന്നു. അതിനെ എന്തെന്ന് എഴുതാം? യു സൈൻ തീറ്റ മൈനസ് ജി ടി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ വി എക്സ് യു കോസ് തീറ്റയും വി വൈ എന്തുവാണെന്ന് കിട്ടി? യു സൈൻ തീറ്റ മൈനസ് ജി ടി ആണെന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ടന്റ് അല്ലെങ്കിൽ വെക്റ്റർ വി ഇസികളുടെ എന്താണെന്ന് നമുക്ക് എഴുതാം? വി എക്സ് ഐ ക്യാപ്, അതായത് യു കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് എന്താണ്? വി വൈയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? യു സൈൻ തീറ്റ മൈനസ് ജി ടി കെ ക്യാപ് എന്ന് എഴുതാം ഇല്ലേ? നമ്മുടെ ഈ വെക്ടറിനെ ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? വി ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് യു സൈൻ തീറ്റ മൈനസ് ജി ടി കെ ക്യാപ് എന്ന് നമുക്ക് അതിനെ എഴുതാം. ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ എന്ത് എഴുതാം? റിസൾട്ടന്റ് എഴുതാം ഇല്ലേ? റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഐ കമ്പോണന്റിന്റെ സ്ക്വയർ. ഐ കമ്പോണന്റിന്റെ സ്ക്വയർ എന്താണ്? റൂട്ട് ഓഫ് യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലേ? പ്ലസ് എന്തെന്ന് കിട്ടും? യു സൈൻ തീറ്റ മൈനസ് ജി ടി ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ എന്താണെന്ന് കിട്ടും? യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് യു സൈൻ തീറ്റ മൈനസ് ജി ടി ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ ആണ് നമുക്ക് കിട്ടിയത്. ആർ ഇസികളുടെ എന്താണ്? യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് യു സൈൻ തീറ്റ മൈനസ് ജി ടി ദ ഹോൾ സ്ക്വയർ. ഈ വെക്ടറിന്റെ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ ടാൻ തീറ്റയാണ്. ഡയറക്ഷൻ ഇസികളുടെ എങ്ങനെ നമ്മൾ പറയുന്നത്? ടാൻ തീറ്റ എന്നാണ്. ടാൻ തീറ്റ ഇസികളുടെ എന്തെന്നാണ് പഠിച്ചിട്ടുള്ളത്? വി വൈ ബൈ വി എക്സ്. വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിലുള്ള കമ്പോണന്റ് ഏതാണ്? യു സൈൻ തീറ്റ മൈനസ് ജി ടി ആണ്. അങ്ങനെയാണെങ്കിൽ അത് എഴുതുക. യു സൈൻ തീറ്റ മൈനസ് ജി ടി ബൈ യു കോസ് തീറ്റ. യു സൈൻ തീറ്റ മൈനസ് ജി ടി മായി എന്തെന്ന് കിട്ടും? നമുക്ക് അതിൽ നിന്ന് ടാൻ തീറ്റ ഇസികൾ, അതായത് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് വെക്ടർ യു സൈൻ തീറ്റ മൈനസ് ജി ടി ബൈ എന്തെന്ന് കിട്ടും? യു കോസ് തീറ്റ എന്ന് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് പ്രൊജക്റ്റൈൽ മോഷനിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഒരു ഡെറിവേഷനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഡെറൈവ് ചെയ്യാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്റ്റൈൽ ടു റീച്ച് ബാക്ക് ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അതായത് നമുക്കറിയാം നമ്മളുടെ പ്രൊജക്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇതാണ് നമ്മളുടെ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അതിൽ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? റിസൾട്ടന്റ് വെലോസിറ്റി യു എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ റിസൾട്ടന്റ് വെലോസിറ്റി യു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്റ്റൈല് നമ്മളുടെ പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്നും പോയിന്റ് ഓഫ് പ്രൊജക്ഷന്റെ സെയിം ഹൊറിസോണ്ടൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്. ഈ ഹൊറിസോണ്ടൽ പോയിന്റിൽ ഈ പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വെർട്ടിക്കലായിട്ട് ഇത് എന്ത് ചെയ്യുവാണ്? മൂവ് ചെയ്തിട്ട് അതേ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എത്തിച്ചേരുന്നുണ്ട് ഇല്ലേ? അതായത് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇതേ ഹൊറിസോണ്ടൽ പോയിന്റിലെ ഒരു പോയിന്റായ ഇവിടെ എത്തിച്ചേരാൻ എടുക്കുന്ന ടോട്ടൽ ടൈമിനെയാണ് എന്തെന്ന് പറഞ്ഞത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്റ്റൈൽ ടു റീച്ച് ബാക്ക് ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിലോട്ട് തിരിച്ച് എത്തിച്ചേരാനായിട്ട് പ്രൊജക്റ്റൈലിന് എടുക്കുന്ന ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ എടുക്കുമ്പം പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഹൊറിസോണ്ടലിൽ അതിനെന്തില്ല? കമ്പോണൻ്റ് ഇല്ല. നമ്മൾ എടുക്കുന്ന വെലോസിറ്റി നമുക്കറിയാം. ഇത് നമ്മൾ എടുക്കുന്ന ടൈം ഒറിജിൻ തൊട്ട് അവസാനം വരെയും ഇത് മൂവ് ചെയ്യുന്ന ഏത് കമ്പോണൻറ്റിലാണ്? വൈ കമ്പോണൻറ്റിലാണ്. എന്ന് വെച്ചാൽ
ടൈം ഓഫ് ഫ്ലൈറ്റിന് വേണ്ടി എടുക്കുന്ന വെലോസിറ്റിയുടെ കമ്പോണന്റ് ഏതായിരിക്കും? y കമ്പോണന്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എന്താണ്? എക്സ് കമ്പോണന്റിൽ അതിന്റെ മോഷൻ നമ്മൾ എടുക്കുന്നില്ല. കാരണം നമ്മൾ നോക്കുമ്പോൾ മുതൽ ടൈം നമ്മൾ എടുക്കുന്ന ടൈം ഇനിഷ്യൽ ടൈം മുതൽ അവസാനത്തെ ടൈം വരെ ഇത് ഏത് ആക്സസിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? y ആക്സസിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ y കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് നമ്മളിവിടെ എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് അതിനു വേണ്ടി ഡെറൈവ് ചെയ്യാനായിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് ഇല്ലേ? ടൈമാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന ഇക്വേഷൻ ആണ്. നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ അറിയാം ഇല്ലേ? എസ് ഇസ് ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുള്ളത്? യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. എസ് ഇസ് ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുള്ളത്? യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നാണ് പഠിച്ചിട്ടുള്ളത്. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടൈം ആണ്. ഹാഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ജി. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? ടൈം ആണ്. നമ്മൾ നോക്കാം ഡിസ്പ്ലേസ്മെന്റ്. നോക്കി എവിടെ നമുക്കറിയാം ഏത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എവിടെ എത്തിച്ചേരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സെയിം ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ എത്തിച്ചേരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലാം എന്തിലാണ് നോക്കുന്നതെന്ന് പറഞ്ഞു? വൈ ആക്സിസിലാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈ ആക്സിസിൽ ഏതാണ്? ഈ പോയിന്റിൽ നിന്നുമാണ് എന്ത് ചെയ്തത്? പ്രൊജക്ടൈൽ സ്റ്റാർട്ട് ചെയ്തത്. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണല്ലോ. ഈ വൈ ആക്സിലെ ഈ പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വൈ ആക്സിസിലെ ഏത് പോയിന്റിൽ തന്നെ എത്തിച്ചേർന്നു? അതേ പോയിന്റിൽ തന്നെ എത്തിച്ചേർന്നു. എക്സ് ആക്സിസ് നോക്കുവാണെങ്കിൽ ഇവിടെ 1 2 3 4 വെലോസിറ്റിയാണ് നമ്മളിത് വരച്ചിരിക്കുന്നതെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് വരയ്ക്കുവാണെങ്കിൽ തന്നെയും നോക്കി ഇതെന്താണ്? ഇങ്ങോട്ട് ഹൊറിസോണ്ടലായിട്ട് എന്തുണ്ട്? അതിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. എന്നാൽ വെർട്ടിക്കൽ കമ്പോണന്റ് നോക്കിക്കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ വെർട്ടിക്കൽ എന്ന് വെച്ചാൽ ഈ വൈ കമ്പോണന്റ് നോക്കുമ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ വൈ കമ്പോണന്റിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ്. വൈ കമ്പോണന്റിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ്. എങ്കിൽ വൈ കമ്പോണന്റിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തെന്ന് എഴുതാം? 0 എന്ന് എഴുതാം. 0 is equal to വെലോസിറ്റി. വൈ കമ്പോണന്റിലെ വെലോസിറ്റി എന്തെന്ന് നമ്മൾ വിളിക്കുന്നത്? യു സൈൻ തീറ്റ അല്ലേ? ഇവിടുത്തെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് റിസൾട്ടന്റ് ആണെങ്കിൽ ഇത് യു സൈൻ തീറ്റയും ഇത് എന്തുമാണ്? യു കോസ് തീറ്റയും ആണ്. അങ്ങനെയാണെങ്കിൽ യു സൈൻ തീറ്റ ഇൻറ്റു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 0 ആയതുകൊണ്ട് ഇപ്പുറത്തോട്ട് മൈനസ് സൈൻ ഉള്ളതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. മൈനസ് സൈൻ ഉള്ളതിന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്ത് വരും? ഹാഫ് ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു എന്തെന്ന് കിട്ടും? ടി എന്ന് കിട്ടും. ഹാഫ് ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി ഇവിടെ ഒരു ടി സ്ക്വയറും ഇവിടെ ഒരു ടിയും ഉണ്ട്. ഇവിടുത്തെ ഒരു ടി സ്ക്വയർ ഇവിടുത്തെ ഒരു ടിയും വെട്ടിക്കളഞ്ഞാൽ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഹാഫ് ജി ടി ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ എന്ന് കിട്ടും. ഈ 2ഉം ജിയും അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ടി ഇസ് ഈക്വൽ ടു കിട്ടുന്ന ഇക്വേഷൻ ആണ്. 2 അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും മൾട്ടിപ്ലൈ ആണ്. 2u സൈൻ തീറ്റ ബൈ ജി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തെന്ന് കിട്ടും? ടി ഇസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറൈവേഷൻ ആണ്. പരീക്ഷയ്ക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിറൈവ് ചെയ്യാനായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഇസ് ഈക്വൽ ടു എന്താണ്? 2u സൈൻ തീറ്റ ബൈ ജി ആണ്. എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു റീച്ച് ബാക്ക് ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഈസ് കോൾഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. സെയിം ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ട് തിരിച്ചു വരാനുള്ള ആ ഒരു ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമേ എടുക്കൂ. വെർട്ടിക്കൽ കമ്പോണന്റിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരുന്നു? 0 ആയിരുന്നു. അതുപോലെ തന്നെ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. അത് എടുക്കുന്നതുകൊണ്ടേ നമുക്ക് കിട്ടുന്ന ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ആണ് എന്ത്? 2u സൈൻ തീറ്റ ബൈ ജി എന്ന് പറയുന്നത്. അടുത്ത കമ്പോണന്റ് ആണ് മാക്സിമം ഹൈറ്റ്. നമ്മൾ പഠിച്ച എന്തായിരുന്നു? ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിച്ചു. അതെന്തായിരുന്നു? നമ്മളുടെ സെയിം ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് എത്താനായിട്ടുള്ള ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്. ഇനി അടുത്താണ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇറ്റ് ഈസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്റ്റൈൽ അബൌവ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. നമ്മളുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഏതാണ്? ഇതാണ്. ഈ പ്രൊജക്ഷനിൽ ഇത് എത്തിച്ചേരുന്ന മാക്സിമം ഹൈറ്റ്, ഈ പോയിന്റ്, അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്? മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞത്. നമുക്കറിയാം നമ്മളിപ്പോൾ ഏത് ചോദിച്ചാലും, ഇപ്പോൾ മാക്സിമം ഹൈറ്റോ ടൈം ഓഫ് ഫ്ലൈറ്റോ ഏത് ചോദിച്ചാലും നമ്മൾ ഈ ഫിഗർ വരച്ച് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. ഇതാണ് തീറ്റ, ഇതെന്താണ്? നമ്മളുടെ യു എന്താണ്? നമ്മളുടെ റിസൾട്ടൻ്റ് വെലോസിറ്റി ആണ്. ഇതെന്താണ്?
കോസ് കമ്പോണൻറ്റ് യു കോസ് തീറ്റയാണ്. ഇതെന്താണ് നമ്മളുടെ സൈൻ കമ്പോണൻറ്റ് യു സൈൻ തീറ്റയാണ്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh ആണ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? യു സ്ക്വയർ മൈനസ് 2gh എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി ആണ് അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ് മുകളിലോട്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? പ്രൊജക്റ്റ് ചെയ്യുന്നത്. മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഏതൊരു വസ്തുവിൻ്റെയും ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ് അല്ലേ? നമുക്കറിയാം മുകളിലോട്ട് എറിയുന്ന അല്ലെങ്കിൽ ത്രോ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് പിന്നെയും പോയിക്കൊണ്ട് അങ്ങ് ഇരിക്കുവാണോ? അല്ല. എന്ത് വന്നാലും അതൊരു പോയിന്റ് ചെന്ന് അതിൻ്റെ വെലോസിറ്റി 0 ആയതിനു ശേഷം താഴെ തിരിച്ചു വരുമെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലോട്ട് എറിയുന്ന ഒരു ഒബ്ജക്റ്റിന് ഇനിഷ്യൽ വെലോസിറ്റി കാണും, എന്നാൽ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ താഴോട്ട് എറിയുന്ന അല്ലെങ്കിൽ താഴോട്ട് ത്രോ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0യും ഫൈനൽ വെലോസിറ്റി വിയും അല്ലെങ്കിൽ ഒരു വാല്യൂമായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. നമുക്കിപ്പോൾ മുകളിലോട്ട് എറിയുന്ന അല്ലെങ്കിൽ മുകളിലോട്ട് ത്രോ ചെയ്യുന്ന ഒബ്ജക്റ്റാണ് വേണ്ടത്. അതിന് ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, എന്നാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണെന്ന് കൃത്യമായിട്ടും അറിയാം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി എന്തെന്ന് എഴുതാം? വി എന്താണ്? 0 ആണ്. 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. യു എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ കമ്പോണന്റ് എടുക്കണം. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇല്ലേ? യു സ്ക്വയറിന് പകരം യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh എന്ന് കിട്ടും ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് സൈൻ ഉള്ള സംഭവത്തിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്ത് ചെയ്യാം? എളുപ്പമാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2gh ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. 2gh ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ h ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? h ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ഇങ്ങ് താഴെ വന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പോഴത്തെ താഴെ വരുമ്പോൾ എന്ത് കിട്ടും? h ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് കിട്ടി. അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ കിട്ടി. h ഇസ് ഈക്വൽ ടു എന്താണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പോൾ എന്തായിരുന്നു മാക്സിമം ഹൈറ്റ്? ഇറ്റ് ഈസ് ദ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്റ്റൈൽ എബവ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് മുകളിലായിട്ട് ഒരു പ്രൊജക്റ്റൈൽ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh എടുക്കുന്നു. മുകളിലോട്ട് എറിയുന്ന ഏതൊരു ഒബ്ജക്റ്റിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 0 ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh എന്ന് എടുത്തു കഴിയുമ്പോൾ h ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് കിട്ടും. അതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച്? ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പ്രൊജക്റ്റൈൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ് നമ്മൾ പഠിച്ചു, അതായത് ഇവിടെ നിന്നും ഇവിടെ വരെ എത്താനായിട്ട് എടുക്കുന്ന ടൈം. ആ ടൈം ഓഫ് ഫ്ലൈറ്റിൽ ഇത് ഹൊറിസോണ്ടലിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം അഥവാ ഡിസ്പ്ലേസ്മെന്റ്, ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഹൊറിസോണ്ടലിൽ എന്ത് ചെയ്യുന്നതാണ്? പ്രൊജക്റ്റൈൽ മോഷനിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണല്ലോ. എങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? റേഞ്ച് കണ്ടുപിടിക്കാം ഇല്ലേ? ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ഇല്ലേ? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇങ്ങോട്ടുള്ള വെലോസിറ്റി എന്താണ്? യു കോസ് തീറ്റ ആണ് ഇല്ലേ? യു കോസ് തീറ്റ. യു കോസ് തീറ്റ ഇൻറ്റു നമ്മൾ ഇനി എന്തെടുക്കണം? ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണെന്ന് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? 2u സൈൻ തീറ്റ ബൈ ജി ആണ്. 2u സൈൻ തീറ്റ ബൈ ജി ആണ് എന്ത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ. യു ഇൻറ്റു യു എന്തെന്ന് എഴുതാം? യു സ്ക്വയർ ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി. യു സ്ക്വയർ ഇൻറ്റു എന്തെന്ന് കിട്ടും? സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി എന്ന് കിട്ടും. ഈ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. ഈ 2 സൈൻ തീറ്റ കോസ് തീറ്റയെ നമുക്ക് സൈൻ 2 തീറ്റ എന്ന് എഴുതാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്തെന്ന് എഴുതാം? സൈൻ 2 തീറ്റ എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ ആർ ഈക്വൽ ടു എന്ന് എഴുതാം? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷനും കിട്ടി. ആർ ഈക്വൽ ടു എന്താണ്? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണെന്ന്
കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പ്രൊജക്റ്റൈൽ ഡ്യൂറിങ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അതായത് റേഞ്ച് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്തായിരുന്നു? യു കോസ് തീറ്റയാണ് ഇല്ലേ, ഇങ്ങോട്ടുള്ള വെലോസിറ്റി. യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്? 2u സൈൻ തീറ്റ ബൈ ജി ആണ്. അതിൽ നിന്ന് നമുക്ക് യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി എന്ന് കിട്ടും. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്തെന്ന് എഴുതാം? സൈൻ 2 തീറ്റ എന്ന് എഴുതാം. അതിൽ നിന്നും റേഞ്ച് ആർ ഇസികളുടെ എന്തെന്ന് കിട്ടും? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്ന് കിട്ടും. അപ്പം നമ്മൾ പ്രൊജക്റ്റൈൽ മോഷന് പ്രധാനപ്പെട്ട ഇക്വേഷനുകൾ ഒരുമിച്ച് എഴുതിയിരിക്കുകയാണ്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2u സൈൻ തീറ്റ ബൈ ജി. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആയിരുന്നു. ഇതെല്ലാം മാക്സിമം ആകുന്നൊരു കണ്ടീഷൻ നമുക്ക് നോക്കാം അല്ലേ. അതായത് ഈ ആംഗിൾ മാക്സിമം അല്ലെങ്കിൽ ഈ സൈൻ എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് വാല്യൂ മാക്സിമം ആകുന്ന കേസിലാണ് നമ്മളുടെ ഈ വാല്യൂ അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആയാലും മാക്സിമം ഹൈറ്റ് ആയാലും ഹൊറിസോണ്ടൽ റേഞ്ച് ആയാലും മാക്സിമം ആകുന്നത്. ഇതൊക്കെ മാക്സിമം ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രിഗ്നോമെട്രിക് വാല്യൂ ആണ് മാക്സിമം ആകുന്നത്. സൈൻ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ, സൈൻ എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് വാല്യൂവിൻ്റെ മാക്സിമം വാല്യൂ ആണ് എന്ത്? 1. സൈൻ എപ്പോഴാണ് 1 ആകുന്നത്? ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ്. എന്ന് പറയുമ്പോൾ എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈസ് മാക്സിമം ഇല്ലേ, ടി എന്താവും? മാക്സിമം ആവും. എപ്പോഴാണ്? വെൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താകണം? 90. തീറ്റ 90 ആയി കഴിഞ്ഞാൽ സൈൻ 90 എന്താവും? 1 ആകും. അപ്പം നമ്മുടെ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു എന്താവും? 2u ബൈ ജി. അതായത് സൈൻ തീറ്റ 1 ആയി പോയില്ലേ. അപ്പം മാക്സിമം വാല്യൂ ഓഫ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2u ബൈ ജി ആണ്. അതേപോലെ തന്നെ മാക്സിമം ഹൈറ്റ് എച്ച് മാക്സ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90. തീറ്റ എന്താവണം? 90 ആകണം. അങ്ങനെ ആവുമ്പോൾ എച്ച് ഇൻഡിക്കേഷൻ എന്ത് കിട്ടും? എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g. എച്ച് മാക്സ് ഇൻഡിക്കേഷൻ എന്താണ്? യു സ്ക്വയർ ബൈ 2g ആണ്. അതേപോലെ ഹൊറിസോണ്ടൽ റേഞ്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജാവലിൻ ത്രോ ചെയ്യുന്ന അയാൾക്ക് മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ, മാക്സിമം റേഞ്ച് അതായത് കൂടുതൽ ദൂരത്തിൽ പോവുക എന്നുള്ളതാണല്ലോ അയാളുടെ ഉദ്ദേശം. മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അല്ലെ എത്ര ആംഗിളിൽ അയാൾ പ്രൊജക്റ്റ് ചെയ്യണം എന്നൊക്കെ ചോദ്യം ചോദിക്കാം. അങ്ങനെ പറയുമ്പോൾ 2 തീറ്റ അതായത് സൈൻ 91 ആണെന്നറിയാം. ഇവിടുത്തെ ആംഗിൾ ഓൾറെഡി എന്താണ്? 2 തീറ്റയാണ്. 2 തീറ്റ 90 ആകണം. 2 തീറ്റ എന്താകണം? 90 ആകണം. എങ്കിൽ തീറ്റ എന്താകണം? 2 അപ്പത്ത് പോകണം. 90/2. 90/2. 90യുടെ പകുതി എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. അപ്പോൾ റേഞ്ച് മാക്സിമം അതായത് ആർ മാക്സ് ആകുന്നത് എപ്പോഴാണ്? തീറ്റ 45 ആകുമ്പോഴാണ്. തീറ്റ എത്ര ആവണം? 45 ആകണം. എന്ന് പറയുമ്പോൾ നമ്മളുടെ ആൻസർ എന്ത് കിട്ടും? യു സ്ക്വയർ ബൈ 2g എന്ന് കിട്ടും. അതായത് മാക്സിമം റേഞ്ച് ഇസ് ഈക്വൽ ടു എന്താണ്? യു സ്ക്വയർ ബൈ 2g ആണ്. അപ്പം ഓർത്തുകൊള്ളണം, യു സ്ക്വയർ ബൈ ജി ആണ്. യു സ്ക്വയർ ബൈ 2 ഇല്ല, യു സ്ക്വയർ ബൈ ജി ആണ്. അപ്പം നമ്മൾക്ക് കിട്ടി ടൈം ഓഫ് ഫ്ലൈറ്റ് മാക്സിമം എന്താണ്? 2u ബൈ ജി ആണ്. മാക്സിമം ഹൈറ്റ് എന്താണ്? യു സ്ക്വയർ ബൈ 2g ആണ്. റേഞ്ച് ഇസ് ഈക്വൽ ടു എന്താണ്? യു സ്ക്വയർ ബൈ ജി ആണ്. അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ മാക്സിമം ഹൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച്? മാക്സിമം ഹൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും ഓഫ് ദ പ്രൊജക്റ്റൈൽ മോഷനുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് നോക്കി. എച്ച് മാക്സും ആർ മാക്സും അല്ലേ, ഇത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നോക്കിയാൽ ഈ മാക്സിമം നോക്കിയാൽ മതി. മാക്സിമം നോക്കുന്നുണ്ടേ ഈ സംഭവത്തെ ഇതാക്കണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്ത് ചെയ്യണം? ബൈ 2 ചെയ്യണം അല്ലേ. എന്ന് പറയുമ്പോൾ ആർ മാക്സിൻ്റെ അകത്ത് എന്ത് കൊടുത്താൽ അതിനെ എച്ച് മാക്സ് ആക്കാൻ പറ്റും? ഒരു ബൈ 2 കൊടുത്താൽ എന്താക്കാൻ പറ്റും? എച്ച് മാക്സ് ആക്കാൻ പറ്റും ഇല്ലേ. അപ്പൊ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞ എന്താണ്? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ ഇതും ഒരു എന്താണ്? റിലേഷൻ ആണ് ഇല്ലേ. നമ്മൾ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഈ സംഭവത്തെ ഒരു ബൈ 2 അതായത് ഇതിന്റെ കൂടെ ഒരു ബൈ 2 വരുമ്പോഴാണ് എന്തായി മാറുന്നത്? എച്ച് മാക്സ് ആയിട്ട് മാറുന്നത്. എങ്കിൽ നമുക്ക് എഴുതാം എച്ച് മാക്സ് ഇസിക്കൽ ടു എന്താണ്? ആർ മാക്സ് ബൈ 2 ആണെന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 2 2 ക്യാൻസൽ ആകുമ്പോൾ ഇതാവത്തില്ലയോ? അങ്ങനെയും എഴുതാം. എന്തെഴുതാം? ആർ മാക്സ് ഇസിക്കൽ ടു 2 ഇൻറ്റു എച്ച് മാക്സ് എന്നും വേണമെങ്കിൽ എഴുതാം. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. എച്ച് മാക്സ് ഇസിക്കൽ ടു എന്താണ്? ആർ മാക്സ് ബൈ 2 ആണ്.
നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ്റെ റെസൊല്യൂഷൻ പഠിച്ചു. റെസൊല്യൂഷൻ്റെ അകത്ത് തന്നെ അതിൻ്റെ എന്താണ് വെലോസിറ്റി എല്ലാം പഠിച്ചു. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഒക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചതാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. എക്സാം പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണിത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.